സമരനായകന് വിട. കൂത്തുപറമ്പ് സമരനായകൻ പുഷ്പന് വിട നൽകി ജന്മനാട്. കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്ക് വിലാപയാത്രയായി എത്തിച്ച മൃതദേഹത്തിൽ ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. CPIM മേനപ്പുറം ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിന് സമീപം പുഷ്പന് വേണ്ടി പാർട്ടി വില കൊടുത്ത് വാങ്ങിയ സ്ഥലത്തായിരുന്നു സംസ്കാരം. പുഷ്പന്റെ ജ്യേഷ്ഠന്റെ മക്കൾ ചേർന്ന് ചിതയ്ക്ക് തീ കൊളുത്തി. സജോ ദേവസ്യ വിശദാംശങ്ങളുമായി. സജോ, അങ്ങനെ പുഷ്പൻ സഖാക്കളുടെ മനസ്സിൽ, പ്രവർത്തകരുടെ മനസ്സിൽ ഒരു ജ്വലിക്കുന്ന ഓർമ്മയായി നിലനിൽക്കും. വിവരങ്ങൾ. അനുജ, കൂത്തുപറമ്പ് സമരനായകൻ സഖാവ് പുഷ്പൻ ഇനി ലക്ഷോപലക്ഷം സഖാക്കളുടെ ഓർമ്മകളിൽ രക്തതാരകമായി അവശേഷിക്കും. മേനപ്പുറത്തെ കൂത്തുപറമ്പ് രക്തസാക്ഷി സ്മാരക വായനശാലയും ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസും പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് സമീപം പാർട്ടി വില കൊടുത്ത് വാങ്ങിയ ഭൂമിയിൽ ഒരുക്കിയ ചിതയിൽ അഗ്നിനാളങ്ങൾ സഖാവ് പുഷ്പനെ ഏറ്റുവാങ്ങിയും 3 പതിറ്റാണ്ട് നീണ്ട കാലയളവ് അദ്ദേഹത്തെ വെടിയുണ്ട തളർത്തി വീഴ്ത്തിയതിനു ശേഷവും പക്ഷേ തളരാത്ത ആത്മവീര്യം കൊണ്ട് ആ വീഴ്ചയെ, ആ തളർച്ചയെ പ്രതിരോധിച്ച നേതാവ്, ഒരുപാട് തലമുറകൾക്ക് ഇടതുപക്ഷ ആശയം പുലർത്തുന്ന CPIM-ന്, DYFIക്ക്, അങ്ങനെ ആ പ്രസ്ഥാനത്തിൻ്റെ അണികൾക്ക്, അനുഭാവികൾക്കൊക്കെ ആവേശവും വികാരവും ഒക്കെയായിരുന്ന നേതാവാണ് വിടവാങ്ങുന്നത്. ഉറപ്പായും ആ പുഷ്പൻ്റെ പോരാട്ടം, സമരജീവിതമൊക്കെ CPIM-നെയും ഇടതുപക്ഷ അനുഭാവികളെയും ഒക്കെ സംബന്ധിച്ച് അതൊരു ഐതിഹാസികമായ ഏട് തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. വിവിധയിടങ്ങളിലെ പൊതുദർശന ചടങ്ങുകൾ ആദ്യം കോഴിക്കോട് നിന്ന് ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടു. കോഴിക്കോട് യൂത്ത് സെൻറ്ററിൽ പൊതുദർശനം വഴി നീളെ ആളുകൾ അന്ത്യാഭിവാദ്യം അർപ്പിച്ചു. തുടർന്ന് തലശ്ശേരി ടൗൺ ഹാളിൽ അന്തിമോപചാരം അർപ്പിച്ചു. അവിടെ പൊതുദർശനം, അതിനുശേഷം ചൊക്ലിയിലെ രാമവിലാസം സ്കൂളിലെത്തിച്ചു. അവിടെയും ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. തുടർന്ന് വീട്ടിലേക്ക്, അവിടെ അന്ത്യാഭിവാദനം. തുടർന്ന് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. ഇപ്പോൾ അനുശോചന പൊതുയോഗം നടക്കുകയാണ്. CPIM സംസ്ഥാന സെക്രട്ടറി അടക്കം പങ്കെടുക്കുന്നുണ്ട്. എന്നോടൊപ്പം ദീപക് ധർമ്മടം കൂടി ചേരുകയാണ്. കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു ഏടിൻ്റെ ഭാഗമാണ്. ആ രാഷ്ട്രീയത്തെ നമുക്ക് ഉറപ്പായും റദ്ദ് ചെയ്യാനാവില്ല. അത്രയും പ്രധാനപ്പെട്ട ഒരു യുവജന പ്രക്ഷോഭത്തിന് നേരെയുള്ള വെടിവെപ്പ്, അതിൽ 3 പതിറ്റാണ്ട് കാലം ജീവിക്കുന്ന രക്തസാക്ഷിയായി തുടർന്ന സഖാവാണ് ഇപ്പോൾ അനശ്വരതയിലേക്ക് വിടവാങ്ങുന്നത്. സജോ, തീർച്ചയായും അനുജ, കേരള രാഷ്ട്രീയത്തിലെ എന്നല്ല, ഇന്ത്യൻ യുവജന വിദ്യാർത്ഥി സമര ചരിത്രത്തിൽ ഇങ്ങനെയൊരു ഏട് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവുക. കാരണം ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം, ഒരു യുവജന പ്രക്ഷോഭം, ആ പ്രക്ഷോഭത്തിൽ വെടിയേറ്റ് 5 പേർ മരിച്ചു. ഒരാൾ പിടഞ്ഞു വീഴുന്നു. ചേതനയേറ്റ ശരീരം ആശുപത്രിയിൽ എത്തുമ്പോൾ ജീവൻ തുടിക്കുന്നു. അത് കഴിഞ്ഞ് 3 പതിറ്റാണ്ടാണ് പുഷ്പൻ സഹന സമരം നടത്തിയത്. അതുകൊണ്ട് തന്നെ സഹനത്തിൻ്റെ വിപ്ലവ സൂര്യൻ എന്ന് പാർട്ടിക്കാർ, സഖാക്കൾ വിളിക്കുന്നത് 100% ശരിയാണ്. മറ്റൊന്ന്, പുഷ്പനെ എത്രമേൽ ഇഷ്ടമാണ് ഈ നാട്ടുകാർക്ക്, അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ കോഴിക്കോട് മുതൽ തലശ്ശേരി വരെ, കോഴിക്കോടും കൊയിലാണ്ടിയും വടകരയും മാഹിയും പിന്നിട്ട് തലശ്ശേരി എത്തി. തലശ്ശേരിയിലെ പൊതുദർശനം, ആ പൊതുദർശന സമയത്ത് ടൗൺ ഹാൾ ഒരുപക്ഷെ സമാനതകളില്ലാത്ത വിധത്തിൽ ആൾക്കാരെ കൊണ്ട് നിറയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത് കഴിഞ്ഞ് പിന്നീട് കൂത്തുപറമ്പ് രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് എത്തുമ്പോൾ വികാരപരമായ കാഴ്ചകൾ. അത് കഴിഞ്ഞ് പാനൂരും പാട്യവും പിന്നിട്ട് പുഷ്പൻ്റെ കാൽപാദങ്ങൾ പതിഞ്ഞ ചൊക്ലിയിലേക്ക് എത്തുമ്പോൾ, ചൊക്ലി രാമവിലാസം സ്കൂൾ, പുഷ്പൻ പഠിച്ച സ്കൂളിലെത്തുമ്പോൾ വികാരപരമായ കാഴ്ചകൾ. നട്ടുച്ച നേരത്ത് എരിപൊരി വെയിലത്ത് നീണ്ട നിരയായിരുന്നു ജനങ്ങളുടെ. അതിൽ പാർട്ടിക്കാരും DYFIക്കാരും SFIക്കാരും സഖാക്കളും മാത്രമല്ല, സാധാരണ ജനങ്ങൾ, ഈ നാട്ടിലെ പുഷ്പന്റെ സംസ്കാരം പൂർത്തിയായിരിക്കുന്നു. അല്പസമയം മുൻപാണ് പാർട്ടി വില കൊടുത്ത് വാങ്ങിയ വസതിക്ക് സമീപമുള്ള സ്ഥലത്ത് സംസ്കാരം നടത്തിയത്.